പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. സന്തോഷങ്ങൾ നേരുന്നു. നന്മകൾക്കായി പ്രാർത്ഥിക്കുന്നു. സമസ്തയുടെ 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് SYSന്റെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള ക്യാമ്പുകളും ക്യാമ്പയിനുകളും നടന്നു വരികയാണ്. തണലറ്റവർക്ക് ആശ്രയമാകാനും, നിരാലംബർക്ക് ആലംബമാകാനും, നിരാശ്രയർക്ക് ആശ്രയമാകാനും, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനും എന്നും മുൻപന്തിയിൽ തന്നെയാണ് SYS. സുന്നി യുവജന സംഘം ജനഹൃദയങ്ങളിൽ നിസ്വാർത്ഥ സേവനം കൊണ്ട് അടയാളപ്പെട്ട, വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത്തായ ബൃഹത്തായ ഒരു സംഘടന തന്നെയാണ്. നമുക്കറിയാം, കോവിഡ് സമയത്തും പ്രളയ സമയത്തും സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും ദുരിതമകറ്റാൻ മുന്നിൽ നിന്ന, ദൈവത്തിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ജനമനസ്സുകളിൽ ഏറെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളും കൊണ്ട് മുന്നിട്ട് നിന്ന, ഇന്നും ഒരുപടി മുന്നിൽ നിൽക്കുന്ന സംഘടന തന്നെയാണ് SYS എന്ന് പറയുന്നത്. കോവിഡ് സമയത്തൊക്കെ ജനങ്ങളെല്ലാം ആകെ ലോക്കായ സമയം, മറ്റാർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത സമയം, മെഡിസിനുകൾ ആവശ്യമുള്ളവർക്ക് മെഡിസിനുകളായും, അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ആവശ്യമുള്ളവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങളായും എന്നും SYS ഒരുപടി മുന്നിൽ തന്നെയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഭീതിപ്പെടുത്തിയ ഒരു കാലഘട്ടമാണ് നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയത്. കോവിഡിന്റെ സമയത്തൊക്കെ ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണാനന്തര ക്രിയകൾ നടത്താൻ വേണ്ടി ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ ശങ്കിച്ചു നിന്നിരുന്ന ഒരു സമയത്ത് സധൈര്യം മുന്നോട്ട് വന്ന് വേണ്ട മുൻകരുതലുകൾ എടുത്തുകൊണ്ട് ആ മയ്യത്തിന് വേണ്ട ആദരവ് കുറയ്ക്കാതെ ആ മയ്യത്തിനെ ഏറ്റെടുത്തുകൊണ്ട് കടമ നിർവഹിച്ച ഒരു കൂട്ടരാണ് SYS എന്ന് പറയുന്നത്. ആ മയ്യത്തിനോടുള്ള നീതി പൂർണ്ണമായി കടമ നിറവേറ്റിക്കൊണ്ട് ആ മയ്യത്തിനോട് എല്ലാ ആദരവോടും കൂടി ആ മൃതദേഹങ്ങളോട് കരുണ കാണിച്ച ഒരു വിഭാഗം സന്നദ്ധ സംഘമാണ് SYS എന്നറിയപ്പെടുന്നത്. വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ പറയുന്നിടത്ത് അപരന് ആശ്രയമാവുക എന്ന നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രത്തോട് കൂറു പുലർത്തുന്ന ഒരു സംഘം തന്നെയാണ് SYS എന്ന് പറയുന്നത്. ജനഹൃദയങ്ങളിൽ എക്കാലവും നിലനിൽക്കുന്ന സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുമായി ലോകമെമ്പാടും വ്യാപിച്ചു കഴിഞ്ഞ ഒരു കൂട്ടം നിസ്വാർത്ഥരായ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ തന്നെയാണ് SYS എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം പറയുന്നിടത്ത് നന്മയുടെ വാഹകരാവുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ തീക്കൊള്ളി കയ്യിൽ പിടിക്കുന്നതിന് തുല്യമാണ്. എന്നും ജനഹൃദയങ്ങളിൽ തൊട്ടു നിൽക്കാൻ ഈ സ്വാർത്ഥവാഹക സംഘത്തിന് കഴിയട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സമസ്തയുടെ കീഴിൽ എന്നും പടുവൃക്ഷമായി മാറിയിട്ടുള്ള ഈ SYS എന്ന് പറയുന്ന വൻമരത്തിന് കീഴിൽ ഒരുപാട് ജനങ്ങൾക്ക് ഇനിയും നല്ല നല്ല മധുരം നുകരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയും സമസ്തയുടെ 100-ാം വാർഷികത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് വിടാം.